respected dignitary by both Dr. Vasigi, IAS, General Secretary, General Education Department, Dr. Amini Ma'am, Malika Nair, the Director, and Sri Suresh Vidya, the President of the organization. It's a great occasion to release this great book. Actually, it's a compendium of 15 stories. And we are all here to grace this occasion, the release of this book in the literary world of Malayalam. And ഏറ്റവും പ്രഗത്ഭനായ ടി പത്മനാഭൻ സാറിന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന പുസ്തകമുണ്ട്. മലയാള കഥാസാഹിത്യത്തിലെ മികച്ച 10 ചെറുകഥകളെ തിരഞ്ഞെടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു പെൺകുട്ടി, പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥയിലെ ഗൗരിയാണ് മല്ലിക മേഡത്തിന്റെ ഈ പുസ്തകത്തിന്റെ സൈലന്റ് മൺസൂൺ എന്ന പുസ്തകത്തിലെ ഒരുപക്ഷെ എഴുത്തുകാരിയുടെ ആത്മകഥാംശം ഉൾക്കൊള്ളുന്ന കഥാപാത്രമായി തിളങ്ങി നിൽക്കുന്നു. ഗൗരി എന്ന ചെറിയ പെൺകുട്ടിയും സ്കൂൾ കാലഘട്ടവും 15ഓളം രത്നങ്ങൾ ചേർന്ന ഒരു രത്നഹാരമാണ് ഇന്ന് യഥാർത്ഥത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഈ കഥാസമാഹാരം. സൈലന്റ് മൺസൂൺ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിലെ ഓരോ കുഞ്ഞു കഥകളും വായിക്കുമ്പോൾ അത് മനുഷ്യ മനസ്സുകളെ അങ്ങേയറ്റം നിയന്ത്രിക്കുന്ന, അങ്ങേയറ്റം സ്വാധീനിക്കുന്ന കഥാതന്തുക്കളായി മാറുന്നത്. കേരളത്തിൽ ഒരു ചെറിയ ചൊല്ലുണ്ട്, മഴ കട്ടൻ ചായ ജോൺസൺ മാഷ്. ആഹാ, എന്തൊരു അന്തസ്! അതൊരു സിനിമ ഡയലോഗാണ്. അത് പറയുന്നത് പോലെ തന്നെ മലയാളികൾ മഴയെ അങ്ങേയറ്റം സ്നേഹിക്കും. മഴയെ തിരുന്നുകൊണ്ട് എഴുത്തുകാരി തന്നെ പറയുന്നു, വളരെ സ്ലോയിൽ, വളരെ സാവധാനത്തിൽ ഇതിലെ കഥകൾ വായിക്കുക. മഴയുടെ നിതാന്തമായ സംഗീതത്തിനൊപ്പം, സാന്ദ്രമായ സംഗീതത്തിനൊപ്പം ജീവിതത്തിന്റെ അനുഭവങ്ങൾ വാരി വിളിച്ചറിയുന്ന കഥാപാത്രങ്ങളാണ്, കഥാതന്തുക്കളാണ് ഈ കഥയിലെ ഓരോ രംഗവും തമ്മിൽ അവശേഷിപ്പിക്കുന്നത് പുസ്തകം വായിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തെ മലയാളത്തിന്റെ അനുവാചക ലോകം തീർച്ചയായും സ്വീകരിക്കും. ആംഗലേയ ഭാഷയിലാണ് ഈ പുസ്തകം ഇറങ്ങിയിരിക്കുന്നതെങ്കിലും തീർച്ചയായും ഇതിന് മലയാളത്തിലേക്ക് മാറ്റാൻ കൂടെ കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തിനും ഇതിന് മുതൽക്കൂട്ടാകും എന്നുള്ളൊരു സംശയം. കഥകളെ കുറിച്ച് ഒരു പറച്ചിലുണ്ട്. അത് പ്രകൃതിയാണ് കഥകളെ സൃഷ്ടിക്കുന്നത് എന്നാണ്. എഴുത്തുകാരൻ അതിന്റെ നിമിത്തമാകുന്നതിലും എഴുത്തുകാരൻ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് നിത്യസത്യം എന്നുള്ള രീതിയിൽ അപ്രത്യക്ഷമാണ്. പക്ഷെ എഴുത്തുകാരൻ അപ്രത്യക്ഷമായാൽ കഥകൾ ഇവിടെ നിൽക്കും. പാറപ്പുറത്തും തകഴിയും ഒക്കെ അപ്രത്യക്ഷമായി, വൈക്കം മുഹമ്മദ് ബഷീർ അപ്രത്യക്ഷമായി. പക്ഷെ കുഞ്ഞാനോച്ചനും ചെമ്പൻ കുഞ്ഞും എട്ടുകാലി മമ്മൂഞ്ഞും ഒക്കെ മലയാള കഥാസാഹിത്യത്തിൽ എന്നെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. കഥാപാത്രങ്ങൾ അഭംഗുരം തുടരും, കഥാകാരൻ യാത്രയായാലും. ഈ കഥകൾ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരന്റെ ഒരു നിമിത്തവും ഒരു ധ്യാനാത്മകമായ അനുഭവത്തിലൂടെ വരുന്നതുമായ കാര്യമാണ്. കഥകളെ കുറിച്ച് പറയുന്നത് ഇപ്പൊ ന്യൂട്ടന്റെ ചില പ്രകൃതി നിയമങ്ങൾ ന്യൂട്ടൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രകൃതി നിയമങ്ങൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു, ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു. പക്ഷെ ന്യൂട്ടൻ അത് കണ്ടെത്തിയതിനു ശേഷം അത് ന്യൂട്ടന്റെ നിയമങ്ങൾ എന്നറിയപ്പെട്ടു, ന്യൂട്ടൺസ് ലോ എന്നറിയപ്പെട്ടു. കഥകൾ അന്തരീക്ഷത്തിലുണ്ട്, പ്രകൃതിയിൽ ഉണ്ട്. ആ കഥ പ്രകൃതിയിൽ നിന്ന് സ്വീകരിച്ച് അക്ഷരത്തിന്റെ രൂപത്തിലാക്കി, പുസ്തകങ്ങളാക്കി നമ്മളുടെയൊക്കെ മനസ്സുകളിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമാണ് എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ. മല്ലിക നായർ മേഡം അത്തരത്തിൽ പ്രകൃതിയിൽ നിന്ന്, മൺസൂണിന്റെ സാന്ദ്രതയിൽ നിന്ന്, മഴയുടെ ചന്നംഭിന്നത്തിൽ നിന്ന് നിശബ്ദമായ ധ്യാനത്തിലൂടെ എഴുതിയുണ്ടാക്കിയ 15 കഥകളുടെ ഒരു സമാഹാരമാണ് ഇന്ന് മലയാള സാഹിത്യത്തിൽ നൽകുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്ന മഹനീയമായ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ബഹുമാനിയായ ഒരു എഴുത്തുകാരി കൂടിയായ മികച്ച IAS ഓഫീസറായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വാസുകി IAS മേഡമാണ് ആ പുസ്തകം റിലീസ് ചെയ്തത്. ആ പുസ്തകം പ്രകാശനം ചെയ്തത് ഏറ്റുവാകുന്നത് മലയാളത്തിലെ പ്രിയങ്കരിയായ ഒരു എഴുത്തുകാരിയും പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ ഭാമിനി നായർ മേഡമാണ്. ഈ മഹാസംരംഭത്തിലെത്തിയ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ യോഗത്തിൽ ഇൻവൈറ്റ് ഡോക്ടർ വാസുകി IAS മേഡം പ്ലീസ് മാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഐ തിങ്ക് ഞാൻ മല്ലിക നായരിനെ കുറെ കാലമായിട്ട് എനിക്കറിയാം. അഫ്കോഴ്സ് ആസ് എ വെരി നൈസ് കമ്മ്യൂണിറ്റി ഓഫ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് വെരി യൂസ്ഫുൾ ഡിസ്കഷൻസ് ഹാപ്പൻ. ഞാനും അതിൻ്റെ ഒരു എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു. നല്ല ഒരു വൈബ്രന്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. അതിന്റെ അംഗങ്ങളായ of course, അതിൽ അംഗമായ മിസ് മല്ലിക
ഇപ്പോ ഒരു എഴുത്തുകാരിയായിട്ട് മാറിക്കൊണ്ട് വളരെ ഒരു നല്ല വിഷയമാണ്. ആൻഡ് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവർക്കും കഥകളുണ്ട്, പക്ഷേ പലപ്പോഴും ആ കഥകളൊക്കെ പുറത്ത് പറയാതെ വരിക്കാൻ വരുന്നുണ്ട്. കാരണം പല രീതികളിലേക്കുള്ള സങ്കടങ്ങൾ, ജഡ്ജ്മെന്റ്സ്, എവറിബഡി വിൽ ഹാവ് ദിയർ ഓൺ റീസൺസ്. ഒരു രീതിയിൽ നോക്കിയാൽ എന്റെ ബുക്കിലും ഞാനിങ്ങനെ വൾനറബിലിറ്റീസിനെ കുറിച്ചും വീക്ക്നെസ്സെ കുറിച്ചുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ദി ഐഡിയ ഇസ് ദാറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനുഷ്യന്മാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാസ്ക് ധരിപ്പിച്ചാണ് നമ്മുടെ ലോകത്തെ ഫേസ് ചെയ്യുന്നത്. ആ മാസ്കിന് താഴെ ബിഹൈൻഡ് ദ മാസ്ക് ഉള്ള സത്യമായിട്ടുള്ള നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഓർ നമ്മുടെ വിഹാരങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ശരിക്കും ഇപ്പോ വാസുകിയാണെങ്കിൽ ആരാണ്, മല്ലിക ആണെങ്കിൽ ആരാണ്, ശരിക്കും ആ വ്യക്തി ആരാണെന്ന് നമ്മള് സാധാരണ രീതിയിൽ തിരഞ്ഞു പറയാറില്ല. ഈ ലോകത്തൊക്കെ നമ്മള് വി ഓൺലി പ്രസന്റ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ourselves ആർ ദ മോസ്റ്റ് എന്താ പറയാ റോസി സ്റ്റോറീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് അവർ ലൈഫ്. ഉദാഹരണം പറഞ്ഞാൽ എല്ലാവരും അവരുടെ വിജയങ്ങളെ കുറിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും. എനിത്തിങ് ദാറ്റ് ബ്രിങ്സ് ദം ദ പ്രൈഡ് ഇൻ ദി ഐസ് ഓഫ് അതേഴ്സ്, അതുകുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ അതും ഇപ്പോ ഉള്ള ഈ ഒരു സോഷ്യൽ മീഡിയ വേൾഡിനെ നോക്കുമ്പോൾ പരസ്പരം എല്ലാ സ്ഥലത്തും നമ്മള് ശരിക്കും വീട്ടിലെ വളരെ എന്താ പറയുന്നത് ഡിപ്രസ്ഡ് ആയിട്ടും വളരെ ലേസി ആയിട്ടും ചിലപ്പോ ഇരിക്കുമായിരിക്കും. We would be looking bad, we'll be feeling bad, and in every way we might be doing bad in life. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നു എന്ന് പറഞ്ഞു അപ്പൊ മാത്രം നന്നായിട്ട് ഡ്രസ് ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ആസ് എഫ് യു ആർ ഹാവിംഗ് എ ഗ്രേറ്റ് ടൈം എന്ന രീതിയിൽ നമ്മൾ ഒരു പോസ്റ്റ് ഇടും. അപ്പൊ കാണുന്നവരെല്ലാം എനിക്ക് വിചാരിക്കും, ഓ ഷീസ് ഹാവിംഗ് എ ഗ്രേറ്റ് ലൈഫ്. പക്ഷെ പുള്ളിക്ക് മാത്രമേ അറിയൂ ശരിക്കും സത്യത്തിൽ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് വി ആർ ലീഡിങ്. ആൻഡ് എന്ത് നമ്മൾ പിക്ചർ പോസ്റ്റ് ചെയ്താലും വി ആർ ഓൺലി പോസ്റ്റിംഗ് ദ ബെസ്റ്റ് ടൈംസ് ഓഫ് അവർ ലൈഫ്. ഒരു വെക്കേഷനിലേക്ക് പോകുന്നു, ഇമ്മീഡിയറ്റ്ലി പോസ്റ്റ് പിക്ചേഴ്സ് ഇൻ അവർ ഫേസ്ബുക്ക് ഓർ Instagram handles. അപ്പൊ അങ്ങനെ ഇതെന്താന്ന് വെച്ചാല് there is a saying in English called keeping up with the Joneses. അതായത് keeping up with the Joneses എന്ന phrase മനസ്സിലാവുന്നവർക്ക് അറിയും. The idea is that we always want to compare ourselves with others. ഈ കമ്പാരിസൺ നമുക്ക് ജനറലി നമ്മുടെ മനുഷ്യന്മാർക്ക് ഈ കമ്പാരിസൺ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ ടെൻഡൻസി. അത് ഈ അടുത്ത കാലത്ത് ഈ കമ്പാരിസൺ ചെയ്യുന്ന ഒരു ടെൻഡൻസിയും അതുപോലെ തന്നെ ആ കമ്പയർ ചെയ്ത് മറ്റവരെ കണ്ട് അസൂയ ഉണ്ടാവുന്ന ഒരു ടെൻഡൻസിയും പല റെട്ടിപ്പ് ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. Because everybody wants to compete with each other in posting the best version of their life. അത് ശരിക്കും റിയൽ വേർഷൻ ആണോ, ഇസ് ഇറ്റ് ദ ട്രൂത്ത്, അതാരും ശ്രദ്ധിക്കത്തില്ല. ബട്ട് out in the open, in the public, in the media world, everybody posts the best version of themselves. But അത് സത്യമാവുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ വെച്ചാല് we are not ready to face reality. ഇത്തരം ഒരു വളരെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു സൂപ്പർഫിഷ്യൽ ഒരു ലോകത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോന്നാണ് എന്റെ ഒരു ഉത്കണ്ഠം, എന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. കാരണം ഇത്തരം വെരി സൂപ്പർഫിഷ്യലി നമ്മൾ ഒരു ഇമേജ് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി എത്രയോ മെനക്കെടുന്നുണ്ട്. ഈ ഒരു മെനക്കെടല്ല ഈ ഒരു സൂപ്പർഫിഷ്യൽ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ശരിക്കും വാട്ട് ഈസ് എ ഹ്യൂമൻ ബീങ്, റിയൽ ഹ്യൂമൻ ബീങ് beneath all these pictures and all these posts, who's a person behind it, the actual person, the real person, അത് ആരാണെന്ന് ആർക്കും അറിയത്തില്ല. ചിലപ്പോ നമ്മുടെ സ്വന്തം ഭർത്താക്ക് അറിയത്തില്ല, സ്വന്തം കുട്ടികൾക്ക് അറിയത്തില്ല, കുട്ടികൾക്ക് രക്ഷകർത്താക്കൾ അറിയത്തില്ല. Who is the real us? What are we actually feeling inside? അതിനെക്കുറിച്ച് സംസാരിക്കാനും നമുക്ക് പേടിയാണ്. കാരണം we have made our society like this. If somebody talks about their vulnerable side or not the so rosy side of our life, അത് നമ്മൾ ഉടനെ നമ്മൾ ഒരു ജഡ്ജ്മെന്റ് ആണ് ചെയ്യുന്നത്. അല്ലാതെ we'll feel superior or make the person who talks about it feel inferior
അപ്പോ ശരിക്കും ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് പരസ്പരം വി ആർ ലൂസിങ് ട്രസ്റ്റ് ഇൻ ഈച്ച് അതർ. We are not able to trust anybody with our hearts. We are not able to open up our hearts to anybody. We don't want to talk about the reality about our life, ourselves, and the problems we have in our society. ഇങ്ങനെ പ്രശ്നം എന്ന് പറയുന്നത് പോലും തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു സമൂഹം നമ്മൾ രൂപീകരിച്ചിട്ട് വരുമ്പോൾ, ആ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കിട്ടാതെ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ വലുതായിക്കൊണ്ടേ പോവാണ്. And only when that problem becomes so much difficult to handle, becomes out of proportion and becomes explosive, ഒരു ചെറിയ പ്രോബ്ലം ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. Because we are not able to talk about it. അത് വലുതായി പിന്നെ വലിയ ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് വരുമ്പോഴാണ് പിന്നെ then we will start talking about the problem as such. അപ്പോൾ the point I'm trying to say is that I think ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും അതിന് ഒരു കറേജ് വേണം. I think I understood that from whatever I spoke with Ms. Malika. I think she has picked up that courage to write about things which are generally not talked about, to tell stories that are generally not told. അപ്പോൾ അത്തരം ഒരു എഫേർട്ടിനെ ഞാൻ വളരെ വളരെ ഒരു സ്നേഹപൂർവ്വം ഞാൻ ബഹുമാനിക്കുകയാണ്. And I hope that whatever stories that she's shared, all these 50 stories, will create an impact in the reader. And മിക്കവാറും അത്തരം സ്റ്റോറീസ് പഠിക്കുമ്പോൾ it's not just about stories, right? It is about a human being. അപ്പൊ ആ ഒരു ഹ്യൂമൻ ബീയിങ്ങിനോട് നമുക്ക് കണക്ട് ചെയ്യാനും, ഓക്കെ ഇത് എനിക്ക് മാത്രമല്ല സംഭവിക്കുന്നു, മറ്റവർക്കും സംഭവിക്കുന്നു, അപ്പോൾ ഐ എം നോട്ട് ദി ഓൺലി പേഴ്സൺ ഹൂസ് ഗോയിങ് ത്രൂ എന്ന് പറയുമ്പോൾ I think there is a little bit of I'm not alone in this world. I have people who are going through similar things. എന്ന രീതിയിൽ ആ ഒരു തോന്നലും കൂടി വരും. ഐ ഹോപ്പ് ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു മോറൽ സപ്പോർട്ട് വായിക്കുന്നവർക്ക് കിട്ടട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഐ റിയലി wish grand success for this book, and I'm really happy that she chose me to launch this book. Thank you so much. പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായിട്ട് പുസ്തകം സ്വീകരിച്ച ഡോക്ടർ ഫാമിലി മാഡം ക്ഷണിക്കുന്നു. നന്ദി, സന്തോഷം. പ്രിയമുള്ളവരെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ആർക്കും ഒറ്റ വാക്കിലോ വാക്യത്തിലോ പറയാൻ സാധിക്കില്ല, അല്ലെ? ഈ പുസ്തകവുമായി, ഇത് എഴുതിയ ആളുമായി നമുക്കുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് ഇപ്പോൾ നമ്മുടെ മനസ്സ് ഇരിക്കുന്നത്. ഇത് ആദ്യത്തെ കോപ്പി ഏറ്റുവാങ്ങിയ ആൾ എന്ന നിലയിലും ഇത് മുഴുവൻ അതിനു മുന്നേ വായിച്ച് നോക്കിയ ആൾ എന്ന നിലയിലും ഏറെ അഭിമാനമുണ്ട്, സന്തോഷം. ഇന്ന് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ തെരഞ്ഞെടുത്തത് നമുക്കേവർക്കും പ്രിയങ്കരിയായ ഡോക്ടർ വാസുകി IAS-നെയാണ്. അവർ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ഒരു ഡോക്ടറാണ്. എന്തുകൊണ്ട് ആ ജോലി തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചപ്പോൾ
മറ്റുള്ളവരെ സേവിക്കണം എന്നതാണ് അവരുടെ ആഗ്രഹം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് IAS മാറിയത്? സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ സഹായിക്കാനും വേണ്ടിയാണ്. അതേ സന്ദേശം തന്നെയാണ് അവരുടെ പുസ്തകവും നൽകുന്നത്. സ്കൂൾ ഓഫ് ലൈഫ് എന്ന പുസ്തകം എങ്ങനെയാണ് ഇംപെർഫെക്റ്റായ ഒരു മനുഷ്യൻ അതിനേക്കാൾ മികച്ച ഒരു അവസ്ഥയിലേക്ക് ഹൗ വി ആർ മൂവിങ് ഇൻ ടു എ ബെറ്റർ വേർഷൻ എന്ന് പറയുന്ന പുസ്തകമാണത്. അവരിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങുമ്പോൾ ഈ പുസ്തകത്തെ ഞാൻ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് എന്റെ വായന കഴിഞ്ഞപ്പോൾ ശ്രീമതി മല്ലിക നായർ എന്നോട് ചോദിക്കുകയുണ്ടായി, ഒറ്റ സെന്റൻസിൽ എന്ത് പറയാമെന്ന്. എനിക്ക് തോന്നിയത് ദിസ് ബുക്ക് ഈസ് എ ടെൻഡർ ജേർണി ത്രൂ ദി അൺസ്പോക്കൺ കോർണേഴ്സ് ഓഫ് ലൈഫ് എന്നാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ 15 കഥകൾ. ഇത് ഓരോന്നും വ്യത്യസ്തമാണോ എന്ന് ചോദിച്ചാൽ വ്യത്യസ്തമാണോ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം. ആദ്യത്തെ കഥ നോക്കൂ, ബീറ്റൽ ലിപ്സ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന വെറ്റിലക്കറയുള്ള ചുണ്ടുകളുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, ആരൊക്കെയോ. ഒരു പക്ഷേ നമ്മൾ മുറുക്കി നോക്കിയിരിക്കണം, അതിനൊരു കൗതുകമുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ചാണ്, സൗദയെ കുറിച്ചാണ് അത് പറയുന്നത്. ഓലപ്പന്തും ചൂലും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന സൗദ, സർക്കസുകാരോടൊപ്പം പോയ സൗദ, പിന്നീട് ഒറ്റ വാക്യത്തിൽ സൗദ മരിച്ചുപോയി എന്ന് കേൾക്കുന്ന ഒരു രംഗം. ഇത്രയുമാണ് അതിൽ പറയുന്നത്. രണ്ടാമത്തെ കഥയാവട്ടെ ഏഴിലമ്പാലയെ കുറിച്ചാണ്. ദ ട്രീ വിത്ത് 7 ലീവ്സ് എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അതിൽ നോക്കൂ, ഒരു സ്ത്രീ ജന്മം എന്ന് തന്നെ പറയണം. എന്തിനു വേണ്ടിയാണ്? ഉപജീവനത്തിനായി വേഷക്കെട്ടെടുക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ.